ദിസ് കോക്ക്. അയ്യോ എന്നാടാ നമ്മൾ അനാഥരാണ് ട്ടോ, പക്ഷേ ഗുണ്ടകളല്ല. എന്തിനോടോ കൊന്നിട്ട് വെരി പുവർ ക്വാളിറ്റി. ചില സമയത്ത് ഇത് സീരിയൽ പോലെയുണ്ട്, ചില സമയത്ത് ഷോർട്ട് ഫിലിം പോലെ. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. ഇത് വരുന്ന പോകുന്ന ആൾക്കാർക്ക് എന്ത് ബോറ് പെർഫോമൻസ്. ഡബിംഗ് ഒക്കെ എന്ത് അബദ്ധമാണ്. അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഉണ്ണിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോസിറ്റീവും ഇതിൽ അവസാനത്തെ പോസിറ്റീവും SG മാത്രം. കൊന്നിട്ട് ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? എന്താ ഇത്? പക്ഷേ ഡയലോഗ് ഡെലിവറി പോരാ, ഭാഷാശുദ്ധി ഇല്ല, വാക്കുകൾക്ക് സ്പഷ്ടത പോരാ. സത്യം ചെയ്യിക്കുന്ന സ്ഥലമല്ലേ കോടതി. മാധവ് സുരേഷിന്റെ ഡയലോഗ് ഡെലിവറിയാണ്. ഇതെന്താണ് റേഡിയോ നാടകം? കേരള സർക്കാരിനെ, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരിനെ കുറ്റം പറയണം, അതിനു വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണ്. എത്ര കാലമായി സഖാവേ നമ്മളൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് രോമാഞ്ചം കണ്ട അടിപൊളി. നാട്ടിലെ ഒരു സ്ത്രീ റേപ്പ് ചെയ്തപ്പെട്ട് ഗർഭിണിയായി കഴിയാൻ സർക്കാരാണ് ഉത്തരവാദി. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇനി അത് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിന് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി. എനിക്കെന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ഇയാൾ അവിടെ ഇരിക്കുക. ഇത് വിടുവായി എന്ത് ബഗിടത്തര എഴുതി വെച്ചേക്കുന്നേ? എന്ത് തേങ്ങയാണോ ചെയ്തു വെച്ചേക്കണേ? അതിന് കേരളയിലെതിരെയൊക്കെ എന്തോന്ന് ഇതാര് മറ്റേ മലയാളികളുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് സിനിമ കാണാൻ പഠിപ്പിച്ച ഷാരിസ് മുഹമ്മദ് തോന്നുന്നു ഇതിന്റെ അവസാന ഭാഗമൊക്കെ എഴുതിയത്. ഇത് കാണുന്ന ആൾക്കാരൊക്കെ ബോളന്മാരാണ്, വെറുതെ എഴുതി വെച്ചേക്കുവാ. അവന്റെ കുറവള്ളിക്ക് ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടും. കൊന്നിട്ട് നമ്മൾ അനാഥരണ്ണോ കൊന്നിട്ട് നമ്മൾ അനാഥരണ്ണ്, പക്ഷേ ഗുണ്ടകളല്ല.